കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ ആശുപത്രികളിലൊക്കെ പനിയായി വന്ന വ്യക്തിയുടെ രക്തം ടെസ്റ്റ് ചെയ്തപ്പം പലരുടെയും ബ്ലഡിൽ പ്ലേറ്റ്ലേറ്റ് കൗണ്ട് വളരെ കുറവായിരുന്നു. കൗണ്ട് കുറവായപ്പോൾ പിന്നെ നമ്മൾ അവർ ഡെങ്കിപ്പനിയുടെ ഒന്ന് പരിശോധിച്ചപ്പം ടെസ്റ്റ് ചെയ്ത പലർക്കും പോസിറ്റീവ് റിസൾട്ട് കണ്ടത്. കഴിഞ്ഞ ദിവസങ്ങളിലും ഇതേ ട്രെൻഡ് തന്നെയാണ് കാണാൻ പറ്റിയത്. അതിനർത്ഥം ഈ മഴയോടൊപ്പം ഡെങ്കിപ്പനിയും വളരെ കൂടുതലായിട്ട് വരുന്നു എന്നുള്ളതാണ്. കാരണം ഇത്രയും ഒരു മാസമായിട്ട് ഡെങ്കിപ്പനി വരുമ്പം അതുകൊണ്ടുള്ള അപകടാവസ്ഥകളും കൂടാൻ സാധ്യതയുണ്ട്. നമ്മുടെ വീട്ടിലും നമ്മുടെ പേഴ്സണൽ ഹൈജീൻ്റെ ലെവലിൽ ഡെങ്കിപ്പനിയെ തുരത്താൻ വേണ്ടി നമ്മൾ എന്ത് സമീപനങ്ങളാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രധാനമാണ്. മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്, കനത്ത മഴയാണ് ഇന്നൊക്കെ. എന്ത് ആക്ഷൻസാണ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? എടുത്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഡെങ്കിപ്പനി നമ്മളെയും കീഴടക്കും എന്നുള്ളതാണ്. നമ്മുടെ വീട് പരിസരത്തൊക്കെ ചെടിച്ചട്ടികൾ, അല്ലെങ്കിൽ ഇങ്ങനെ ടയർ ഇങ്ങനെ ഇതാക്കി വെച്ചത്, അല്ലെങ്കിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന സ്ഥലങ്ങളിൽ ഇവിടെയൊക്കെ കൊതുകുകളെ പെരുകാൻ അനുവദിക്കാതിരിക്കുക എന്നുള്ളതാണ്. ഡെങ്കിപ്പനി ഒരിക്കലും ഒരു മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഷേക്ക് ഹാൻഡ് കൊടുത്തുകൊണ്ടോ അവരെ പരിചരിച്ചുകൊണ്ടോ പകരുന്ന രോഗമല്ല. ഇത് പകരണമെങ്കിൽ ഡെങ്കിപ്പനിയുടെ വൈറസ് ഉള്ള മോസ്കിറ്റോയുടെ കടി കിട്ടണം. അപ്പം ഈ മോസ്കിറ്റോ പെരുകുന്ന സാഹചര്യം ഇല്ലാതാക്കാൻ വേണ്ടി വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കാരണം ഈ രോഗം മാത്രമല്ല, ഈ മഴക്കാലത്ത് കൊതുകടി കാരണം പകരുന്ന ഒരുപാട് രോഗങ്ങൾ വേറെ ഉള്ളത് കൊണ്ട് അതാണ് നമ്മൾ ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ മോസ്കിറ്റോയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുന്ന വസ്ത്രങ്ങൾ ധരിക്കുക. മോസ്കിറ്റോ റിപ്പലൻ്റ് ക്രീംസ് ഉണ്ട്, ആ ക്രീംസ് പുരട്ടുക. മോസ്കിറ്റോ നെറ്റ്, കൊതുക് വല, ഇങ്ങനത്തെ പല കാര്യങ്ങൾ ഉപയോഗിച്ചിട്ട് മോസ്കിറ്റോവുമായിട്ടുള്ള നമ്മുടെ സമ്പർക്കം കുറക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റുപാടുകൾ വളരെ വൃത്തിയുള്ളതാക്കി സൂക്ഷിക്കാൻ വേണ്ടി നോക്കുക. പ്രത്യേകിച്ച് വെള്ളം കെട്ടി നിൽക്കുന്ന സാഹചര്യങ്ങൾ, നമ്മുടെ ഗ്ലാസ്സുകൾ, ജനാലകൾ, ചെടി പോട്ടുകൾ, ഇതെല്ലാം വളരെ വൃത്തിയുള്ളതാക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ പനി ഒരുപാടുള്ള സമയമല്ലേ, പനിയോടൊപ്പം അല്ലെങ്കിൽ ശക്തമായ പനി മാത്രമോ ഉണ്ടെങ്കിൽ ഈ ലക്ഷണങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. ശക്തമായ പനി, ശരീരത്തിൽ മസിലുകൾ, ജോയിൻറ്റ്സ് ഇവിടെയൊക്കെ വേദന, ശക്തമായിട്ടുള്ള തലവേദന, പിന്നെ ശരീരത്തിൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് റാഷുകൾ, ഇങ്ങനെ ചുണങ്ങുകൾ പോലെ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം, ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും പ്രതിരോധം പ്രതിവിധിയേക്കാൾ ഉത്തമമാണ് എന്ന് നമ്മൾ വെറുതെ പറഞ്ഞാൽ പോരാ, നമ്മൾ ഇന്ന് തന്നെ അത് പ്രാബല്യത്തിലാക്കാം. ഓക്കെ, ഡെങ്കിപ്പനിയെ തുരത്താൻ വേണ്ടിയുള്ള ഓരോ ശ്രമവും ഈ കേൾക്കുന്ന ഓരോ വ്യക്തിയിൽ നിന്നും തുടങ്ങട്ടെ. ഓക്കെ, ബൈ.